BLOമാരുടെ ജോലി സമ്മർദ്ദം എന്ന പരാതികൾക്കിടെ BLOമാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിക്കും. നിലവിൽ ലഭിച്ച 51,085 അപേക്ഷകളിൽ ആശയക്കുഴപ്പമുണ്ട് എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്ന് 11 മണിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ മാധ്യമങ്ങളെ കാണും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, അമിത ജോലിഭാരം എന്ന BLOമാരുടെ വലിയ പരാതി, സംസ്ഥാന വ്യാപകമായ അവരുടെ പ്രതിഷേധം, ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇന്ന് യോഗശേഷമാണോ മാധ്യമങ്ങളെ കാണുക, അതോ അതിന് മുന്നോടിയായിട്ടാണോ? മാധു, BLOമാരോട് BLAമാരുമായി യോഗം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ BLOമാരെയും BLAമാരെയും വിളിച്ച് യോഗം നടത്തുകയല്ല. അതായത് BLOമാരോട് അവിടുത്തെ BLAമാരുമായി, അതായത് ബൂത്ത് ലെവൽ ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള യോഗം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് വലിയ മാനസിക സമ്മർദ്ദം, വലിയ ജോലി സമ്മർദ്ദം BLOമാർ നേരിടുന്നുണ്ട്. കാരണം ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതിക്ക് മുൻപ് എല്ലാ വോട്ടർമാർക്കും ഈ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് അത് തിരിച്ചു കൈപ്പറ്റേണ്ടതുണ്ട്, അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നു പല BLOമാരും. കണ്ണൂരിലെ അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അടക്കം ഇന്നിപ്പോൾ രാവിലെ 11:30 രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കറുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം BLOമാരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, ഒന്ന്, ഈ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിലും പല വോട്ടർമാരും ഇത് പൂരിപ്പിക്കുന്നതിനുള്ള അവർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ട്. പൂരിപ്പിച്ച് കൃത്യസമയത്ത് നൽകുന്നില്ല, ഈ ഫോമുകൾ കൈപ്പറ്റാൻ ചിലർ തയ്യാറാകുന്നില്ല. ഇങ്ങനൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇടുക്കിയിൽ നിന്നടക്കം പലയിടത്തും വന്ന ഓഡിയോ സന്ദേശത്തിൽ അത് വ്യക്തമായതുമാണ്. അപ്പോൾ ഈ BLAമാരുടെ പ്രതിസന്ധി, രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിലടക്കം SIR മുന്നോട്ട് പോകുന്നതിനെതിരെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ രാഷ്ട്രീയ BLAമാരെ കൂടെ കൂട്ടുമ്പോൾ അത് ഒരു വോട്ട് ക്യാൻവാസിങ്ങിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റിനെയാണ് BLO കൂടെ കൂട്ടുന്നെങ്കിൽ അത് വോട്ട് ക്യാൻവാസിങ്ങിന്റെ ഒരു അവസരമാക്കി മാറ്റും എന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാം. എന്തായാലും BLOമാർക്കൊരു മാനസിക സമ്മർദ്ദം, ജോലി സമ്മർദ്ദമുണ്ട് എന്നത് അത് ഇപ്പോൾ തിടുക്കത്തിൽ ഇത് ചെയ്യും. ഈ SIR നടപ്പാക്കുമ്പോൾ അതും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ആയതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നുള്ള വലിയ എതിർപ്പ് ഇതിലുണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോ BLOമാർക്ക് ജോലിഭാരമുണ്ടെങ്കിൽ BLAമാരെ വിളിച്ച് യോഗം നടത്തി കൂടിക്കാഴ്ച നടത്തിയാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. അവരുടെ പരാതി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്നു, നിരന്തരം യോഗങ്ങൾ ഉണ്ടാകുന്നു, അധികമായി പണിയെടുക്കേണ്ടി വരുന്നു, ടാർഗറ്റ് നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ കമ്മീഷനാണ് കേൾക്കേണ്ടത്. മാധു, അതായത് ഒരു BLO ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു വോട്ടറെ കണ്ട് എന്യൂമറേഷൻ ഫോം നൽകുമ്പോൾ അത് പൂരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അതാത് BLAമാരെ കൂടി ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി അത്തരം നടപടികൾ ആലോചിക്കാവുന്നതാണ്. കാരണം BLAമാരുടെ സഹകരണം, അതായത് ഓരോ വോട്ടർക്കും വോട്ടറുടെ കൈവശം അല്ലെങ്കിൽ അവരുടെ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം നൽകി അത് പൂരിപ്പിച്ച് വാങ്ങുന്നതിനടക്കം ഇവരുടെ സഹകരണവും തേടാവുന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ BLOമാർ മാത്രം സഹിക്കുന്ന ജോലിഭാരം ഈ BLAമാരുടെ കൂടി സഹകരണത്തോടെ ഇതിൽ ഒരു അയവ് വരുത്താൻ സാധിക്കും. അത്തരം കാര്യങ്ങളിലുള്ള കൂടിയാലോചനയ്ക്ക് വേണ്ടിയാണ് ഈ BLOമാരെയും BLAമാരും തമ്മിലുള്ളൊരു യോഗത്തിനുള്ള നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്നത്. ഏതായാലും അത് ഏത് രീതിയിൽ ഇനി ഈ എന്യൂമറേഷൻ ഫോം വിതരണവും അത് പൂരിപ്പിച്ച് വാങ്ങലും, കാരണം 3 തവണ വരെ ഒരു BLO ഒരു വീട്ടിലെത്തി വോട്ടറെ കണ്ട് ഈ ഫോം പൂരിപ്പിച്ച് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഏർപ്പെടണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു തവണ നമ്മുടെ വീട്ടിലേക്ക് എന്യൂമറേഷൻ ഫോമുമായി വന്നു കഴിഞ്ഞാൽ പിന്നീട് 3 തവണ വരെ ഒരു BLOയ്ക്ക് ആ വോട്ടറെ നേരിട്ട് കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ കാണണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ചുരുങ്ങിയ സമയപരിധിയാണ്. ഒരു BLOയ്ക്ക് ഏകദേശം ഒരു ബൂത്ത്, അതായത് ഒരു 500, 600, 1000-ൽ താഴെയുള്ള വീടുകൾ കയറേണ്ടതുണ്ട്. ഈ നടപടികൾ മുഴുവൻ, അതായത് ഈ അവിടെയുള്ള വോട്ടർമാരുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് പുതിയ വോട്ടർ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ BLO ഒറ്റയ്ക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ BLOയ്ക്ക് പലപ്പോഴും സഹായം ലഭിക്കുന്നില്ല, പല വീട്ടുകാരും പല വോട്ടർമാരും സഹകരിക്കുന്നില്ല എന്ന് വരുമ്പോൾ BLAമാർക്ക്, അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാരാണ്, അവർക്ക് ഈ BLOയെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് BLOയും BLA ഏജന്റുമായി ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ വീണ്ടും അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം 2 പാർട്ടികളുടെ അല്ലെങ്കിൽ 3 പാർട്ടികളുടെ BLAമാർ ഒരുമിച്ച് ഒരേ വീട്ടിൽ ഒരേ സമയത്ത് പോവുക എന്നൊന്നും പറയുന്നത് സാധ്യമല്ല. അപ്പോൾ ഈ BLOമാർ, അതായത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് അവിടെ പോയി ഈ ഫോം കൊടുത്തതിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളാണ് 3 പേരും ഒരുമിച്ച് പോവുക സാധ്യവുമല്ല. മറ്റുള്ളവരാണ് ഈ വോട്ട്
നേടാനുള്ള മറ്റ് ക്രമങ്ങൾക്ക് തന്നെ സഹായിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ BLO-മാരുടെ സാന്നിധ്യത്തിൽ തന്നെ പോയാൽ പോലും വോട്ട് ക്യാൻവാസിംഗ് എന്ന് പറയുന്ന ആരോപണം സ്വാഭാവികമായും അവിടെ ഉണ്ടാകും. അത് BLA-മാർ ഒറ്റയ്ക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നെങ്കിൽ അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ കാര്യങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ BLA-മാരെ ഏൽപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ, അതിനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇന്നത്തെ യോഗം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ വിവരങ്ങൾ പരിശോധിക്കാം. അതിനിടയിൽ 11 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും.